അപ്പോൾ പി സി ജോർജ് തീർച്ചയായിട്ടും ഇപ്രാവശ്യം അസംബ്ലിയിൽ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ദൃഢനിശ്ചയം വളരെ വലുതാണ്. പക്ഷേ ആ ദൃഢനിശ്ചയം അദ്ദേഹത്തിൻ്റെ ഒരു കഴിഞ്ഞ വർഷങ്ങളായി ആ മണ്ഡലത്തെ പരിചയമുള്ളതുകൊണ്ടും ആ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തതുകൊണ്ടും സ്വതന്ത്രനായിട്ടും ഭൂരിപക്ഷത്തിൽ അവിടെ ജയിച്ചുമെന്നുള്ള ആ കാര്യങ്ങൾ വെച്ചിട്ടാണ് അദ്ദേഹം ആ ഒരു പ്രഖ്യാപനം നടത്തുന്നത് തീർച്ചയായിട്ടും അസംബ്ലിയിലെത്തുമെന്ന്. അപ്പോൾ ഇത്രയും ഈ പി വി അൻവറിനെ പോലെയോ വി ഡി സതീശനെ പോലെയോ പി സി ജോർജിനെ പോലെയോ ഇത്രയും ദൃഢനിശ്ചയത്തിൽ പറയുന്ന മറ്റു പലരും ഇല്ലെങ്കിലും, പരസ്യമായിട്ട് പറയുന്നവരില്ലെങ്കിലും, മറ്റ് പല മണ്ഡലങ്ങളിലുള്ള സ്ഥാനാർത്ഥികൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും ജയിക്കും എന്ന ആത്മവിശ്വാസമുള്ള കുറേയധികം സ്ഥാനാർത്ഥികൾ 3 മുന്നണികളിലും കേരളത്തിലുണ്ട്. പക്ഷേ അവർ ഈ പി വി അൻവർ പറഞ്ഞതുപോലെ സ്വയം ശിക്ഷിക്കാനോ അല്ലെങ്കിൽ തലമുട്ടയടിച്ച് ഒക്കെ നടക്കാൻ പരസ്യമായിട്ട് നടന്ന് സ്വയം ശിക്ഷിക്കാനുള്ള ആ വിധത്തിലുള്ള ഒരു വെല്ലുവിളി അത് നടത്തുന്നില്ല. അതുപോലെ വി ഡി സതീശനെ പോലെ വനവാസത്തിന് പോകുന്നുള്ള വെല്ലുവിളി നടത്തുന്നില്ല. പക്ഷേ മറ്റ് പല സ്ഥാനാർത്ഥികളും തീർച്ചയായിട്ടും ജയിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ്. ഇത് എന്താകുമെന്നുള്ളത് 4-ാം തീയതി ഏകദേശം ഒരു 12 മണിയാകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും.